വലിയ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാണ് പലരും. എന്നാൽ അത്തരം പ്രതിസന്ധികളെ മനോബലം കൊണ്ട് നേരിടുന്നവർ അത്ര ചെറിയ ആളുകളല്ല. അവരുടെ ചിന്താഗതി, പോസിറ്റീവ് മൈൻഡ്, ഇതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫർഹാന, അതായത് +2 പരീക്ഷയിൽ 1200 മാർക്കും കിട്ടിയ ഒരു കുട്ടിയാണ്. വാടക വീട്ടിലാണ് കഴിയുന്നത്. 10 വർഷത്തിലധികമായി വാടകയ്ക്കാണ് ഫർഹാനയുടെ കുടുംബം കഴിയുന്നത്. വളരെ ചെറിയൊരു വീടാണ്, ഓടിട്ട വീടാണ്. ഇവിടെ ചോർച്ചയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ട്. അച്ഛൻ ആക്രി കച്ചവടം നടത്തിയാണ് കുടുംബം പുലർത്തുന്നത്. ഭൗതിക സാഹചര്യങ്ങളൊന്നും അത്ര മികച്ചതല്ല. എന്നിട്ടും ഫർഹാന നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. എങ്ങനെയായിരുന്നു ഈ പഠനമൊക്കെ? എങ്ങനെയായിരുന്നു? സാമ്പത്തികമായിട്ട് അത്ര ഉയർച്ചയൊന്നും അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സമയം എന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ എന്റെ സമയത്തിനെ നന്നായി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് 1200 കിട്ടിയത്. പിന്നെ ഉമ്മച്ചി, വാപ്പച്ചി പൈസ ഇല്ലെങ്കിലും അവര് നല്ല സപ്പോർട്ടായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെയ്തു തരാൻ അവർ പരമാവധി ശ്രമിക്കും. അവരുടെ പ്രതീക്ഷകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലൊരു 1200 വാങ്ങണം, നേട്ടം കൈവരിക്കണം എന്നതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജമായത്. നമ്മൾ പല കാര്യങ്ങളും വരുമ്പോൾ കാശാണല്ലോ. കാരണം പഠന കാര്യങ്ങളാകുമ്പോൾ കാശിന്റെയൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? വാപ്പച്ചിയോട് ഒന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പായിട്ടും ചെലവാക്കിയേ പറ്റുള്ളൂ. അപ്പൊ വാപ്പച്ചി അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. ശ്രമം തന്നെ വലിയൊരു കാര്യമാണ്. വാപ്പച്ചിക്ക് പറ്റില്ലെങ്കിലും, വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പറ്റില്ലെങ്കിലും അവര് നന്നായിട്ട് ശ്രമിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി തന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നല്ല വ്യക്തിയാവുന്നത് 1200 മാർക്ക് വാങ്ങുന്നതിനൊപ്പം വാപ്പച്ചി ഉമ്മച്ചിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതാണ് ഒരു നല്ല ഗുണം. നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെയാ? ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു പഠിച്ചത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് രാത്രി പഠിക്കാനാണ്. അപ്പൊ നമുക്ക് കാമായിട്ടിരുന്ന് പഠിക്കാം, ബഹളമൊന്നും ഇല്ലാതെ. പിന്നെ ഹാർഡ് വർക്കാണ് മെയിൻ. നമ്മളിപ്പോ പഠിക്കണ്ട എന്ന് തോന്നുന്നെങ്കിലും നമ്മൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് വേറെ കാര്യങ്ങൾ, ഇപ്പൊ മൊബൈൽ ഫോൺ നോക്കാം, അല്ലെങ്കിൽ TV കാണാം. അതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഒരു നിമിഷത്തേക്കുള്ള ഹാപ്പിനെസ്സിനെക്കാളും ലൈഫ് ലോങ് ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ തോന്നും. അമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയൊക്കെ മുഖം ആലോചിക്കുമ്പോഴും പഠിക്കാൻ തോന്നും. പിന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അതായത് ഇപ്പൊ ഞാൻ 12th പഠിക്കുമ്പോൾ 12th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ഇരിക്കുന്നു എന്ന് വിചാരിച്ച് അവരെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ടീച്ചേഴ്സ് വലിയ സപ്പോർട്ടാണ് അവര്. ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കുളത്തുമ്മലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവര് നമ്മളെ മക്കളെ പോലെ കണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ എനിക്ക് അവര് വലിയ സപ്പോർട്ടാണ് തന്നത്. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റി. ഇനി എന്താണ് അടുത്ത പഠനം? എന്താകാനാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം. നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കണം എന്നതാണ് ആഗ്രഹം. പാലാ ബ്രില്യൻസ് ആണോ ചൂസ് ചെയ്യുന്നത്? അങ്ങനെയാണോ? അതാണ്. ഇപ്പോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പാലാ ബ്രില്യൻസിൽ പോയി പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്. അപ്പോ ചേച്ചിമാര് അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് ഉറപ്പായിട്ടും കിട്ടും, നല്ലോണം ശ്രമിക്കുക, പാലാ ബ്രില്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ ആ സ്ഥാപനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവര് ഇത് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം കൂടെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നല്ല മാർക്ക് കിട്ടി. ടീച്ചർമാരൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ വിളിച്ചു, നല്ല അനുമോദനമാണ്. പിന്നെ ഒരുപാട് പേര്, വീടിനടുത്തുള്ള ഒരുപാട് പേര്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ നല്ല ഹാപ്പിയാണ്. അവർക്ക് എന്റെ മാർക്ക് കിട്ടിയപ്പോ അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷം. ഫർഹാനയുടെ പിതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മകളെ കുറിച്ച് ഇപ്പോ ആലോചിക്കുമ്പോ എന്ത് തോന്നുന്നു? സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും തന്നെ പറഞ്ഞു. നമുക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല. ഭൂമിയൊന്നും ഇല്ല. പിന്നെ അവര് പഠിച്ച് ഇതായിട്ട് ഒരു പ്രതീക്ഷ അവരിലാണ്. സന്തോഷമുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഫർഹാനയുടെ ഉമ്മയുണ്ട്, എന്താ പറയുന്നു? ഞങ്ങൾക്ക് ഇതിൽ വേറെ അഭിമാനമൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവൾ ഇത്രയൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവൾ, എന്നാലും ഞങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നതാണ്. അവള് എവിടെ പോയാലും വേറെ ഒന്നും അവൾ ചൂസ് ചെയ്യാറില്ല. ഒരു സ്ഥലത്ത് കൊണ്ടുപോയാലും അവൾ ആദ്യം പേന അല്ലെങ്കിൽ പെൻസിൽ, പേന, പെൻസിൽ, ബുക്ക്, ഇതാണ് ആദ്യം അവള്. ബോക്സ്, ഇതൊക്കെയാണ് നോക്കുന്നത്. അതാണ് അവള് ചൂസ് ചെയ്യുന്നത്.
അങ്ങനെ മാക്സിമം നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഇങ്ങനെ പഠിക്കാൻ പറയണ്ടല്ലോ, സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഇന്ന് വരെ നമ്മൾ അവളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അത് അവള് തന്നെയാണ് പഠിക്കുന്നത്. അവളുടെ കാര്യങ്ങളെല്ലാം അവള് തന്നെ. അവൾക്ക് ഒരു നിമിഷം പഠിച്ചില്ലെങ്കിൽ അവൾക്ക് ടെൻഷനാണ്. രാത്രിയൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. മാക്സിമം അവൾ അലാറം വെച്ചിട്ട് കിടക്കുമെങ്കിലും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പൊ എന്നാൽ വിളിച്ചില്ലെങ്കിൽ എണീറ്റിരുന്ന് രാവിലെ ഇരുന്ന് കരച്ചിലാണ്. വിളിച്ചില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അത് ടെൻഷൻ കാണുമ്പോൾ നമ്മള് വിളിച്ചു പോവും. അങ്ങനെയാണ്. പ്ലസ് വൺ ഒക്കെ പോകുമ്പോൾ ട്യൂഷനും അങ്ങനെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു സാറ് കോറെന്ന് പറയുന്ന ഒരു ട്യൂട്ടറില്, പിന്നെ സബരിയ അവര് തന്നെയാണ് അപ്പുറത്തുണ്ടാക്കി ഉണ്ടായിരുന്നു. ഒരു മകൻ കൂടെ ഉണ്ടല്ലോ, അനിയനവിടെ. ആ, എന്തോ മോൻ? ഞാൻ 10 എഴുതി. ശശിക്ക് നല്ല മാർക്ക് കിട്ടി. നല്ല മാർക്ക്. സന്തോഷമാണ്. സന്തോഷം. ശരി. അപ്പോൾ ഫർഹാനയ്ക്ക് 1200-ൽ 1200 മാർക്കാണ്. ഡോക്ടറാവാനാണ് ആഗ്രഹം. ഏതായിരുന്നാലും എല്ലാവിധ ആശംസകളും തുടർന്നും. ശരി. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.